നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ എക്സ്ക്ലൂസീവ്. PV അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് മുൻ മന്ത്രി ആന്റണി രാജു MLA. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡല കൺവെൻഷൻ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അദ്ദേഹം എങ്ങോട്ട് പോയാലും ഒരു പ്രസക്തിയുമില്ല. കാരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങിയോണ്ടാണല്ലോ ഈ ചുരുങ്ങിയ 3-4 മാസങ്ങൾക്കുള്ളിൽ ഇപ്പം മൂന്നാമത്തെ പാർട്ടിയെ കുറിച്ചാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ആദ്യം സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, പിന്നെ DMK-യിലോട്ട് ചേരുമെന്ന് പറഞ്ഞു, പിന്നെ തൃണമൂൽ കോൺഗ്രസ് ചേർന്നെന്ന് പറഞ്ഞു, ഇപ്പൊ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇനി നാളെ ഏതാന്നുള്ളതിന് അറിയത്തില്ല. 4 മാസത്തിനുള്ളിൽ ഇപ്പൊ 4ാമത്തെ പാർട്ടിയുടെ പ്രപ്പോസലാണ് അദ്ദേഹം വെക്കുന്നത്. അപ്പോ ഇതൊക്കെ ജനമധ്യത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ധാരണ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു വിലയും നിലയും പ്രാധാന്യവും രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പൊ നിങ്ങൾ പോലും കൊടുക്കുന്നില്ലല്ലോ, മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നില്ല. അപ്പൊ അത് അദ്ദേഹം എടുത്ത നിലപാട് ശരിവെക്കുന്നതല്ല എന്നുള്ള ഒരു ബോധ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും ഈ ഓരോ പാർട്ടിയെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ മാറി മാറി ചിന്തിച്ചുകൊണ്ട് പോകുന്നവരോട് മനസ്സിലാക്കാൻ കഴിയും. ബൈ ഇലക്ഷൻ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. അതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലമ്പൂർ നിയോജക മണ്ഡല കൺവെൻഷൻ ഇന്ന് സ്പെഷ്യൽ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. അതിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ നേരിടുന്നതിന് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും ശക്തരാക്കുക, ജാഗരൂകരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് നിലമ്പൂർ നിയോജക സമ്മേളനം ചേർന്നത്. ജില്ലാ പ്രസിഡന്റ് ശ്രീ വിറ്റാജും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു.